there is nothing dramatically new about the S25s. ടെക് ക്രിയേറ്റേഴ്സിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള MKBHD കഴിഞ്ഞ ദിവസം S25 സീരീസിൽ വന്ന അപ്ഗ്രേഡിനെ പറ്റി പറഞ്ഞ വാക്കുകളാണിത്. ഇതിന്റെ അപ്പുറത്തേക്ക് ആർക്കും ഒന്നും പറയാൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ സാംസങ്ങിന്റെ S25 സീരീസിന്റെ ലോഞ്ച് ഇവന്റ് രാത്രി 11:30 മണി മുതൽ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 12:45 മണി വരെ ഉണ്ടായിരുന്നു. അത് ഞാനിരുന്ന് ഉറക്കം ഒഴിച്ചിരുന്ന് കണ്ട ഒരാളാണ്. സത്യം പറയാമല്ലോ, ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഈ ഒരു ഇവന്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ചസ് ഒന്നും ഈ S24 സീരീസിൽ നിന്ന് അല്ലെങ്കിൽ S24 അൾട്രയിൽ നിന്ന് S25 അൾട്രയിലേക്ക് വന്നിട്ടില്ല. അതായത് ഈ ഒരു ലോഞ്ച് ഇവന്റിന്റെ ഒരു മൊത്തം ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 75% പറഞ്ഞിരുന്നത് ഈ AI വന്ന പുതിയ ഫീച്ചേഴ്സ്, AI മാറ്റങ്ങൾ, അതുപോലെ സോഫ്റ്റ്വെയർ സൈഡിൽ വന്ന പുതിയ മാറ്റങ്ങൾ. എന്നാൽ ഹാർഡ്വെയറിൽ S24 അൾട്രയിൽ നിന്ന് S25 അൾട്രയിലേക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു 25% പോലും ആ ഒരു ഇവന്റിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു 25% പോലും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്ന AI വന്ന മാറ്റങ്ങളും അതുപോലെ സോഫ്റ്റ്വെയർ സൈഡിൽ വന്ന മാറ്റങ്ങളൊക്കെ മാറ്റങ്ങളല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ അത് മാറ്റങ്ങളാണ്. പക്ഷേ ആ പറയുന്ന ആ സോഫ്റ്റ്വെയർ സൈഡിൽ വന്ന മാറ്റങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ S24 അൾട്ര എന്ന ഫോണിനകത്ത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നൽകിയാൽ കൊടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് S24 അൾട്രയിൽ നിന്ന് S25 അൾട്രയിലേക്ക് വന്ന മാറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാർഡ്വെയറിൽ വരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. അത് വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും സ്മാർട്ട് ഫോൺ ടെക്നോളജി ഒരുവിധം സാച്ചുറേറ്റഡ് ആയി അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന പുതിയ ഫോണുകളിലൊക്കെ ഇത്രയും മാറ്റങ്ങൾ വരുന്നത് വളരെ കുറവാണ് എന്നുള്ളത്. റിയൽമിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ റിയൽമി 14 Pro Plus 14 Pro ഫോണുകളുണ്ട്. 25,000-30,000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളാണ്. അതിൽ പോലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജികൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പുതിയ 2025 ഇറങ്ങുന്ന ഫോണുകളെല്ലാം വരുന്ന ഒരു ബാറ്ററി ടെക്നോളജിയാണ് കാർബൺ സിലിക്കൺ ബാറ്ററി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 6000 mAh മിക്ക ഫോണുകളും ഒരു സ്റ്റാൻഡേർഡ് ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പുതിയ S25 അൾട്രയിലും ബാറ്ററി കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ 5000 mAh ആണ്. മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇപ്പോഴും കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ 45 വാട്ടിൽ നിലനിൽക്കുകയാണ് S25 അൾട്രയിലും. ചാർജർ ഫോണിൻ്റെ ബോക്സിൽ കൊടുക്കുന്നില്ല, ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ചാർജിങ് സ്പീഡെങ്കിലും പുതിയ സീരീസിലേക്ക് വരുമ്പോൾ മാറ്റാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരുവിധ വ്യത്യാസങ്ങളും ഇപ്പോഴും വരുത്തിയിട്ടില്ല. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്പോഴും ഫ്ലാറ്റ് സ്ക്രീൻ തന്നെയാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളും ഒരുവിധം ഒരു 40,000 രൂപയിൽ മുകളിൽ വന്ന 2025 പുറത്തിറങ്ങിയ മിക്ക ഫോണുകളിലും ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതായത് 4 സൈഡും ചെറിയ രീതിയിൽ ബെൻഡ് കൊടുത്തുകൊണ്ട് ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് നൽകുന്ന തരത്തിലുള്ള ഡിസ്പ്ലേ ആണ് ഇപ്പോൾ വരുന്ന പല ഫോണുകളിലും നൽകിയിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു ഒരു ടെക്നോളജിയിലുണ്ടായ ഒരു മാറ്റം പോലും S25 അൾട്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഇപ്പോൾ വരുന്ന ഈ പറഞ്ഞ റിയൽമിയുടെ 14 Pro Plus സീരീസ് ഫോണുകളിൽ പോലും IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളിലും IP68 69 റേറ്റിംഗ് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പറയുന്ന സാംസങ്ങിൻ്റെ S25 അൾട്ര എന്ന് പറയുന്ന 2025 ഫോണിൽ പോലും ഇപ്പോഴും IP68 റേറ്റിംഗ് മാത്രമാണ് കൊടുത്തു കാണുന്നത്. പിന്നെ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 അൾട്രയിൽ നിന്ന് 25 അൾട്രയിലേക്ക് വരുമ്പോൾ വൈഡ് ആംഗിൾ ക്യാമറ 12 മെഗാ നിന്ന് 15 മെഗാ ആക്കിയിട്ടുണ്ട്. അതുപോലെ സ്നാപ്ഡ്രാഗൺ ഓരോ വർഷവും ഓരോ പുതിയ പ്രോസസ്സർ ഇറക്കുന്നുണ്ട്, ടോപ്പ് പ്രോസസ്സർ. അതെന്തായാലും അപ്ഗ്രേഡ് എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന പ്രോസസ്സറാണ് S25 അൾട്രയിലും അതുപോലെ S25 പ്ലസിലും ബേസ് മോഡലിലും എല്ലാം നൽകിയിരിക്കുന്നത്. സാധാരണ നമുക്കറിയാം അൾട്ര മോഡൽ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറും ബാക്കിയുള്ളതെല്ലാം എക്സിനോസ് പ്രോസസ്സറും ഒക്കെ ആയിട്ട് വരുന്ന കാലം എന്തായാലും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ബെസൽ ഒരല്പം കുറച്ചിട്ടുണ്ട് എന്നുള്ളതും അവർ വലുതായി ഉയർത്തി കാണിക്കുന്ന മറ്റൊരു മാറ്റമാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഇത്തവണ ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ ലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ iPhone 16 Proയിൽ കൊണ്ടുവന്ന ഒരു ഫീച്ചറായിരുന്നു ഈ ലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ ഈ സാധാരണക്കാരെ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ രീതിയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്കൊന്നും ഈ പറഞ്ഞ ലോഗ് ഫോർമാറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല. അത് പ്യുവറായിട്ടും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്നവർക്കാണ് ഈ ഒരു ലോഗ് ഫോർമാറ്റിൻ്റെ ആവശ്യം വരുന്നത്. എന്നാലും അത്തരമൊരു ഫീച്ചർ എന്തായാലും ഇത്തവണ S25 അൾട്രയിലേക്ക് മാറ്റമെന്ന നിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ, ഇപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു 3-4 പേര് ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ചിലർ കണ്ണടച്ചിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളാക്കി മാറ്റുന്ന ബെസ്റ്റ് ഷോട്ട് എന്ന് പറയുന്ന ഫീച്ചർ എനിക്ക് തോന്നുന്നു പിക്സൽ ഫോണുകളിൽ ഒരു 2 വർഷം മുമ്പേ അവരുടെ ഒരു 2 സീരീസിന് മുമ്പുള്ള ഫോണുകളിൽ തന്നെ വന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ അത് ഈ ബെസ്റ്റ് ഷോട്ട് എന്ന നിലയിൽ വലിയ സംഭവമായിട്ട് സാംസങ് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻവയോൺമെൻറ്റൽ നോയ്സ് ഉണ്ടല്ലോ, പുറത്ത് കേൾക്കുന്ന വിൻഡി നോയ്സ്, അതുപോലെ മറ്റ് ശബ്ദങ്ങൾ, അതെല്ലാം നമുക്ക് പോസ്റ്റ് എഡിറ്റിംഗ് സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ
സാധിക്കുന്ന ഫീച്ചർ, അതായത് സൗണ്ട് ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അത് ഓഡിയോ ഇറേസർ എന്ന പേരിൽ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷം മുമ്പ് തന്നെ ഗൂഗിൾ അവതരിപ്പിച്ച ഫീച്ചറാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ S25 അൾട്രയിലേക്ക് സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ സാംസങ്ങിൻ്റെ സ്വന്തം വോയിസ് അസിസ്റ്റൻറ്റ് സംവിധാനമായിരുന്ന ബിക്സ്ബിയെ ഏതാണ്ട് കൈയൊഴിയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ S25 സീരീസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആപ്പിൾ സിരി പോലെ ഇത്തവണ കൂടുതൽ ഫോക്കസ് ഗൂഗിൾ ജെമിനിക്കാണ് ഇത്തവണ സാംസങ് നൽകിയിരിക്കുന്നതെന്ന് S25 സീരീസിൻ്റെ ആ ഒരു ലോഞ്ച് ഇവൻ്റ് കണ്ടപ്പോൾ മനസ്സിലായി. ഡിസൈനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലീക്സ് ഫോട്ടോകളൊക്കെ ലോഞ്ചിന് മുമ്പ് തന്നെ S25 അൾട്രയുടെ ഫോട്ടോസ് ഓൺലൈനിലൊക്കെ വന്നിരുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മടുപ്പ് ഡിസൈനിൽ തോന്നി. കാരണം സാംസങ്ങിൻ്റെ എപ്പോഴും അൾട്ര ഫോണുകൾ എന്ന് പറയുന്നത് കാണാൻ അടിപൊളി ഗുഡ് ലുക്കിംഗ് ഫോണുകളാണ്. എന്നാൽ ഇത്തവണ S25 അൾട്രയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് പേഴ്സണലി, ഇതൊക്കെ എൻ്റെ തോട്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ തന്നെ മൈ തോട്ട്സ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഡിസൈനിൽ എനിക്ക് ഇങ്ങോട്ട് ആ വന്ന മാറ്റം എനിക്ക് അത്രയും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു അൾട്രയുടെ ഒരു ഫീൽ നമുക്ക് ഇതിൻ്റെ ഒരു പുതിയ S25 അൾട്രയുടെ ഡിസൈൻ ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ കയ്യിലേക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ആ തോട്ടിന് വ്യത്യാസം വരുമായിരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു A സീരീസ് ഫോണുകളിലേക്കൊക്കെ മാറിപ്പോയോ എന്നൊരു സംശയം അൾട്രയുടെ ആ ഒരു ഡിസൈൻ കാണുമ്പോൾ തോന്നുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തെ S24 അൾട്ര, അതായത് 2024 ഏറ്റവും മികച്ച ആൻഡ്രോയിഡ് ഫോണുകളിൽ ഒന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ഈ ഒരു S25 അൾട്ര എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഡിസൈനിലൊക്കെ സത്യം പറഞ്ഞാൽ ആ S24 അൾട്ര തന്നിരുന്ന ആ ഒരു ലുക്കുണ്ടല്ലോ, അത് കുറച്ച് കുറയുന്ന മാതിരിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ എല്ലാ മോഡലുകൾക്കും ബേസ് റാം വേരിയൻ്റ് ആയിട്ട് 12GB റാമാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് പ്രൈസിംഗ് ആണ്, നിങ്ങൾക്ക് അറിഞ്ഞു കാണും. S25 അൾട്രയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,29,999 രൂപ, 1,30,000 രൂപയാണ്. അവിടെ എനിക്ക് ചെറിയൊരു പരാതിയുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം iPhone 16 സീരീസ് പുറത്തിറങ്ങിയപ്പോൾ അവർ 10,000 രൂപ ആ റേഞ്ചിൽ പ്രൈസ് റേഞ്ച് കുറച്ചിരുന്നു. 15 സീരീസിനേക്കാളും വില കുറച്ചിട്ടാണ് 16 സീരീസ് ആപ്പിൾ പുറത്തിറക്കിയത്. ആ ഒരു മര്യാദ കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും അവർ കാണിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയും ഇത്തവണ എൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ആപ്പിൾ ഇത്തരത്തിൽ വിലയൊക്കെ കുറച്ചത് കൊണ്ട് തന്നെയും തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഫോണുകൾക്ക് വില കുറയ്ക്കുന്നത് കൊണ്ട് തന്നെയും സാംസങ്ങിനും ഒരു പുതിയ S25 സീരീസ് വരുമ്പോൾ ഒരു 10,000 രൂപയുടെ വില കുറവുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷ ആസ്ഥാനത്തായി. കഴിഞ്ഞ വർഷം S24 അൾട്ര പുറത്തിറക്കിയ സെയിം പ്രൈസിലാണ്, എന്തായാലും വില കൂടിയില്ല, അതൊരു ആശ്വാസമാണ്. 1,29,999 എന്ന് പറയുന്ന ആ സെയിം പ്രൈസിൽ തന്നെയാണ് ഇത്തവണ S25 അൾട്രയും പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ഇനിഷ്യൽ തോട്ടാണ്. ഈ പറഞ്ഞ ഇപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും സാംസങ് ഇവൻറ്റിന് വിളിച്ചില്ല, അല്ലെങ്കിൽ സാംസങ് ഫോൺ തന്നില്ല, അതുകൊണ്ട് പറയുന്നത്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതിന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഫോൺ തരാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 3 വർഷമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ അൾട്ര സീരീസ് എൻ്റെ കയ്യിലേക്ക് വരാറേ ഇല്ല. അത് സത്യം തന്നെയാണ്. ഞാൻ വാങ്ങിയാണ് നിങ്ങളെ പലപ്പോഴും പരിചയപ്പെടുന്നത് എന്ന് വെച്ചിട്ട് ഇപ്പോൾ സാംസങ് നമുക്ക് ഫോൺ അൾട്ര സീരീസ് തന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങാതിരിക്കുന്നില്ല. S23 അൾട്ര വാങ്ങിയിരുന്നു, S24 അൾട്ര വാങ്ങി തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇത്തരം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ഫോൺ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലീക്സ് ഫോട്ടോസ് കണ്ടപ്പം എനിക്ക് വാങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും മനസ്സ് മടിക്കുകയായിരുന്നു. കാരണം ആ ഡിസൈനിൽ കണ്ട ഒരു വ്യത്യാസം, S24 അൾട്ര പോലുള്ള ഒരു കിഡിലൻ ഫോൺ കൊടുത്തിട്ട്, അതിപ്പോൾ ഞാൻ വാങ്ങി എൻ്റെ ഇരിക്കുകയല്ലേ, അത് കൊടുത്തിട്ട് എനിക്ക് S25 അൾട്ര വാങ്ങുന്നെങ്കിൽ അപ്പോൾ ഈ ഒരു S24 അൾട്ര 1,30,000 രൂപ പ്രൈസിൽ വാങ്ങിയ S24 അൾട്ര കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു 60,000 രൂപയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത്രയും ലോസിൽ കൊടുത്ത് അത്രയും കാഴ്ചയ്ക്ക് സുന്ദരമല്ലാത്ത ഒരു S25 അൾട്ര വാങ്ങണോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഒരു ഡബിൾ തോട്ടായിട്ട് സത്യം പറഞ്ഞാൽ ഇരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, അവർ കാണിച്ച ക്യാമറയുടെ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഐഫോണൊക്കെ സാധാരണ ലോഞ്ച് ഇവൻറ്റിലൊക്കെ കാണിക്കുന്ന തരത്തിൽ പ്രമുഖ ഹോളിവുഡ് സംവിധായകരെയും സിനിമാറ്റോഗ്രാഫറുടെ കയ്യിലൊക്കെ ഇത്തരം പുതിയ ഫോണുകൾ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് വീഡിയോസ് ഷൂട്ട് ചെയ്ത്, അത് സാധാരണ ഐഫോണുകളുടെ ലോഞ്ച് ഇവൻറ്റിൽ കാണിക്കുന്ന ഒരു ഗിമ്മിക്ക്, അല്ലെങ്കിൽ ഗിമ്മിക്ക് എന്ന് പറയുന്നില്ല, ഒരു രീതിയാണ്. ആ ഒരു രീതി ഇത്തവണ S25 അൾട്രയുടെ ലോഞ്ചിലും കാണിച്ചു. ഇതുപോലെ ഹോളിവുഡ് മൂവി മേക്കേഴ്സാണ് അവർ ഇത്തരം S25 അൾട്ര ഉപയോഗിച്ചുകൊണ്ട് സിനിമ ഷൂട്ട് ചെയ്ത് അത്തരം വിഷ്വലൊക്കെ കാണിച്ചു. അതൊക്കെ സൂപ്പർബാണ്. അപ്പോൾ ക്യാമറയെ പറ്റി നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് കാരണം റിയൽ ലൈഫിൽ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടിയെങ്കിലേ ഈ പറഞ്ഞ അതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസ്, അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ടോ, അതുപോലെ ഇതിൻ്റെ വെയിറ്റിൽ കാര്യമായിട്ട് കുറവ് വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയെങ്കിലേ പറ്റൂ. എന്തായാലും ഈ പറയുന്നത് പോലെ നിലവിൽ ഇപ്പോൾ ഒരു S24 അൾട്ര യൂസർ ആണെങ്കിൽ അത് കൊടുത്ത് 1,30,000 വാങ്ങിയ S24 അൾട്ര കൊടുത്ത് 60,000 രൂപയ്ക്ക് കൊടുത്ത് വീണ്ടും 1,30,000 ചിലവാക്കിക്കൊണ്ട് S25 അൾട്ര എടുക്കണോ എന്നുള്ളത്
ഒന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടി ചിലപ്പോൾ ഞാൻ അത്തരം ഒരു സാഹസം ചെയ്തെന്ന് വരും. എന്തായാലും ഫെബ്രുവരി 7-നാണെന്ന് തോന്നുന്നു ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു S25 സീരീസ് ഫോണിലെ പ്രത്യേകിച്ച് അൾട്രയെ പറ്റി എനിക്ക് തോന്നിയൊരു തോട്ട്. ഇതെൻ്റെ തികച്ചും പേഴ്സണലായിട്ടുള്ള തോട്ട്സാണ്. നിങ്ങൾക്ക് എന്ത് തോന്നി കമൻറ്റ് ചെയ്യുക.